അവൻ പന്തിരുകളെ അടിച്ചു എന്നിട്ട് അവർക്ക് ഒരു അധികാരം കൊടുക്കുക. എന്തോ അധികാരം കൊടുക്കുക? അങ്ങനെ വായിച്ചാൽ ആ വാക്കും മാത്രം. സകല ഭൂതങ്ങളെ പിന്നെ വ്യാധികളെ സൗഖ്യമാക്കാനും അവർക്ക് ശക്തിയും അധികാരം കൊടുക്കുക. രണ്ട് കാര്യങ്ങൾ എന്റെ ദൈവത്തിൽ നിന്ന് പുറപ്പെടുക: ശക്തി, അധികാരം. ദൈവരാജ്യത്തിന്റെ രണ്ട് വസ്തുതകളാണ്, രണ്ട് അവസ്ഥകളാണ്. ഒരു ശക്തിയുടെ പ്രകടനം. അവരുടെ അപ്പത്തോടെ പൗലോസ് അത് വാക്കുകളുടെ ചീർപ്പല്ല, ബുദ്ധിയുടെ ചീർപ്പല്ല, എനിക്ക് പ്രസംഗിക്കാനുള്ളത് ആത്മാവിന്റെ ശക്തിയുടെ പ്രദർശനമാക്കുവാൻ ഞാൻ നിങ്ങൾക്ക് മുമ്പായി നിൽക്കുന്നു. ആത്മാവിന്റെ ശക്തിയുടെ പ്രകടനം അവർ എല്ലാം പുറപ്പെടുവാൻ കർത്താവ് ആഗ്രഹിക്കുക. അവന്റെ അധികാരവും ശക്തിയും അവനവന്റെ ശിഷ്യന്മാർക്ക് കൊടുക്കുന്നു. ഒരിക്കലും കർത്താവ് ചോദിക്കാറ്. അത് ഏത് കാര്യത്തിലായിരിക്കുന്നുവെന്ന് രണ്ട് അവസ്ഥ എന്റെ അപ്പം കൈകൊണ്ട് വെച്ചുകൊടുക്കും. ഒന്ന് ശക്തി, രണ്ട് അധികാരം. ഒരിക്കലും കർത്താവ് സ്തുതിച്ചേ. അഞ്ചാമത്തെ അതിലെ 11 വാക്കുകൾ എഴുതാറ്. ചാപ്റ്റർ 11 വാക്യം. ലൂക്കോസിന്റെ സുവിശേഷം 5:11 വാക്യം. ദൈവരാജ്യത്തിന്റെ മർമ്മത്തെ തിരിച്ചറിഞ്ഞിരിക്കുന്നതിന്റെ ഒരു അവസ്ഥയാണ്. അവൻ സകലവും വിട്ട് അവനെ അനുഗമിച്ചു. ഹല്ലേലൂയ, ഹല്ലേലൂയ. അധികാരവും ശക്തിയും പുറപ്പെടുവാൻ തരുവാൻ കഴിവുള്ള പോലെ സകലവും വിട്ട് അനുഗമിക്കാൻ ഹല്ലേലൂയ ആർക്ക് തോന്നുന്നുണ്ടായി? ആ വചനം കേട്ടവർക്ക്, അല്ലെങ്കിൽ മർമ്മം മനസ്സിലാക്കുവാനിടയാണ്. ഇനി മർമ്മത്തെ മനസ്സിലാക്കുന്നവർ നിന്റെ സകലത്തെയും നീ ദൈവരാജ്യത്തിന്റെ മർമ്മത്തിന് വേണ്ടി, ദൈവരാജ്യത്തിന്റെ അധികാരത്തിൽ നിന്ന് ഉപേക്ഷിക്കാൻ തയ്യാറാകുമെങ്കിൽ എന്റെ കർത്താവ് അത് ഉയർത്തിയാൽ നിന്റെ ജീവിതത്തിൽ പ്രതിഫലം തന്നിരിക്കും. ആരാധനയ്ക്ക് പോകുന്ന അവസ്ഥകളുണ്ടാവും. ഞാൻ ബ്ലോക്ക് ചെയ്യും. പക്ഷേ എന്റെ അപ്പനുള്ള സ്നേഹം ബന്ധത്തിൽ നിന്ന് എന്നെ ഒരു ശക്തിക്കും വേർതിരിക്കാൻ കഴിയത്തില്ലെന്ന്, അവന്റെ പിന്നാലെ ഞാൻ പോകുമെന്ന്, അവന്റെ കൂട്ടാതെ ഞാൻ നിൽക്കുമെന്ന് ഓരോ തീരുമാനങ്ങളുടെ ജീവിതത്തിലുണ്ടെങ്കിൽ, നിന്നെ പുറത്തിരിക്കുന്ന, നിന്നെ ബ്ലോക്ക് ചെയ്യുന്ന വ്യക്തികൾ നിന്റെ കൂടെ കൈയടിച്ച് പ്രാർത്ഥിക്കുന്ന നാൾ ഏറ്റവും ഒരിക്കലും കർത്താവ് സ്തുതിക്കാം. എന്റെ ജീവിതത്തിൽ എന്നെ പണി പറഞ്ഞവരും എന്റെ ദുഷ്ടവരിലൊക്കെ ഭാഗത്ത് ചെല്ലുവാനും അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാനും അവരോട് വിളിച്ചു സഭയായി കൂടിയിരിക്കാനൊക്കെ എന്റെ കർത്താവ് പലപ്പോഴും അനുവദിച്ചു. എതിർത്തവനെ എതിർത്തവൻ അല്ലെങ്കിൽ എതിർത്ത് പ്രകടിപ്പിച്ചെന്നെ പറയുക, നീ ഒന്ന് പ്രാർത്ഥിച്ചാലും മറുപടി ഉണ്ടാകത്തുള്ളൂ. നമ്മൾ വായിച്ചു. 12 വരെ നിയമിച്ച് അവർക്ക് ശക്തിയും അധികാരം കൊടുത്തു. 5 നമ്മൾ വായിച്ചു, അവർ സകലവും കൊണ്ട് അവനെ അനുഗമിച്ചു. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഒരിക്കലും കർത്താവിനെ സ്തുതിക്കാം. ഹല്ലേലൂയ. 1 യോഹന്നാൻ അതിന് 5:4 വേഗം എടുത്താൽ 1 യോഹന്നാൻ 5:4 വേഗം 1 യോഹന്നാൻ 5:4. ദൈവത്തിൽ നിന്ന് ജനിച്ചതൊക്കെയും ലോകത്തെ ജയിക്കുന്നു. ലോകത്തെ ജയിച്ച ജയമോ നമ്മുടെ വിശ്വാസം തന്നെ. നമ്മുടെ വിശ്വാസമാണ് ലോകത്തെ ജയിച്ച ജയം. ലോകത്തെ ജയിച്ചത് എല്ലാവർക്കായിരിക്കും ദൈവരാജ്യത്തിനകത്ത്. ലോകത്തെ ജയിക്കാനുള്ള അവസ്ഥയല്ലോ, അത് വിശ്വാസത്തിന്റെ പ്രവൃത്തിയാണ്. ഒരിക്കലും കർത്താവിനെ സ്തുതിച്ചാൽ ഹല്ലേലൂയ, ഹല്ലേലൂയ. എന്റെ കുഞ്ഞുങ്ങളെ പഠിപ്പിക്കണം. എന്റെ കുഞ്ഞുങ്ങൾ തന്നെ ആവശ്യമുണ്ട്. എന്റെ കുടുംബത്തിൽ ഇന്ന അവസ്ഥയ്ക്ക് മാറി കിട്ടണം. അത് ഇന്ന മതങ്ങൾ വിടുതല വേണം. ഹല്ലേലൂയ. പ്രാർത്ഥിച്ചു, അതിന്മേൽ അധികാരമെടുത്തു. ഹല്ലേലൂയ. അതിന്മേൽ ജയമെടുത്തു. ഒരിക്കൽ കർത്താവിനെ സ്തുതിച്ചാൽ ഒരു മാറ്റവും ബാഹ്യമായ മണ്ഡലത്തിൽ ഒരു മാറ്റവും കണ്ടില്ല. പ്രാർത്ഥിച്ചിട്ട് ഞാൻ പ്രാർത്ഥിച്ചു, പക്ഷെ ബാഹ്യമായ മണ്ഡലങ്ങളിൽ മാറ്റം കണ്ടില്ല. എന്നാൽ ആശയ്ക്ക് വിപരീതമായി ആശയോടെ ഞാൻ അതിന്മേൽ വിശ്വസിച്ചു. ഞാൻ വിശ്വാസ ജീവിതത്തിൽ കടന്നു വന്നു. എന്റെ കർത്താവിന് അവർ എനിക്ക് ഇടവന്നു. അതിന് എന്റെ കുഞ്ഞുങ്ങൾ 5 വയസ്സ്.
ഇന്നവന് 10 വയസ്സ് കഴിഞ്ഞു, 11 വയസ്സായി. ഹല്ലേലൂയ. എനിക്ക് അന്ന് എന്റെ കർത്താവ് ഞാൻ എന്റെ പ്രാർത്ഥന എന്റെ കർത്താവ് കുഞ്ഞുങ്ങളെ തരണേ, അപ്പൊ എനിക്ക് ഇനി അടുത്ത തലമുറ തരണേ. അന്ന് പ്രാർത്ഥിച്ചത് വർഷങ്ങൾ കഴിഞ്ഞാൽ നടന്നത്. ഹല്ലേലൂയ. പക്ഷേ അന്ന് പ്രാർത്ഥിച്ചു, പ്രാർത്ഥന നിർത്തി. എന്റെ അപ്പൻ ചെയ്യുവാൻ ശക്തനാണ്. ഹല്ലേലൂയ. ഞാൻ നിനക്ക് കർത്താവിന് കൊണ്ട് സമർപ്പണം ചെയ്യുന്നത് അവരുടെ തക്ക സമയത്ത് നിനക്ക് പ്രതിഫലം തന്നിരിക്കും. പ്രാർത്ഥിച്ചു. എന്നിട്ട് ഹല്ലേലൂയ കുളിച്ചു വെച്ചു. വിറ്റിട്ട് മണ്ണിട്ട് മൂടി മുളപ്പ് വരാൻ തുടങ്ങി. മുളക്ക് അകത്തേക്ക് പൊട്ടി മണ്ണിന്റെ വീടിലായില്ല, മുളപ്പ് വരാൻ തുടങ്ങി. വലിയ ദുഃഖമുണ്ട്. ഒരു ദിവസം കഴിഞ്ഞ് 2 ദിവസം കഴിഞ്ഞ് മുളപ്പ് കാണുന്നില്ല. ഒരിക്കൽ മണ്ണ് മാറ്റാൻ തുടങ്ങി. മണ്ണ് വന്നു നോക്കുക, അയ്യോ വേര് വന്നായിരുന്നു, മാന്തണ്ടായിരുന്നു. ഒരിക്കലും കർത്താവ് ശ്രദ്ധിച്ചായ എനിക്ക് ഭയങ്കര വിശ്വാസമാണ്. എന്താ വിശ്വാസം അറിയാമോ? അതിനകത്ത് ഇരിക്കുന്ന ഭൂതങ്ങൾക്ക് ഭയങ്കര വിശ്വാസമാണ്. നിനക്ക് മാത്രമല്ല, ഭൂതങ്ങൾക്ക് വലിയ വിശ്വാസമാണ്. ഈ ലോകത്തിന്റെ സഹോദരനെ മതിവൻ യേശുവാണ് അവർക്ക് നല്ല ബോധ്യമുണ്ട്. എന്താ വിശ്വാസം? ആശയ്ക്ക് വിരോധങ്ങൾ ആശയോടെ അവൻ എന്നെ വിശ്വസിച്ചു. ഹല്ലേലൂയ. ഹല്ലേലൂയ. നിനക്ക് വാക്കുകളുടെ പ്രകാരം മക്കളുണ്ടാവുന്നത് അത് അബ്രഹാം വാക്കുകൾ ലഭിച്ചത് അവരുടെ ശരീരത്തിന്റെ പ്രത്യേകത നോക്കിയില്ല, അവരുടെ ഭാര്യയുടെ ശരീരത്തിന്റെ അതിന്റെ വ്യതിയാനങ്ങൾ ശ്രദ്ധിച്ചില്ല. കാരണം വാക്ക് പറഞ്ഞവൻ ശക്തനാണ്. ഒരിക്കലും കർത്താവിനെ സ്തുതിച്ചാണ്. ഹല്ലേലൂയ. വെറും 70 പേരെ കൊണ്ട് ഹല്ലേലൂയ ഒരു പദവി കിട്ടപ്പോൾ അബ്രഹാമിനോട് മറ്റുള്ളവർ മണ്ടനാന്ന് പറഞ്ഞു. ഹല്ലേലൂയ. നശ്വരന്റെ വാഴുവന്റെ കർത്താവ് അധികാരം കൊടുത്തു. ഹല്ലേലൂയ. ഒരു പെട്ടെന്ന് നിർമ്മിച്ച ലോഹയോട് ലോകം വിളിച്ചു പറഞ്ഞു, മണ്ടൻ ഭ്രാന്തൻ. മഴ പെയ്ത് കാണാതിരുന്നോ, വെള്ളമില്ലാതിരുന്ന ഹല്ലേലൂയ വെള്ളപ്പൊക്കം എന്നും തിരിച്ചറിയില്ലായിരുന്ന ജനത്തിനുണ്ടാകെ താണ്ടിട്ട് വലിയൊരു പെട്ടെന്ന് പണിത് ഉയർത്തുന്നു. മണ്ടൻ, പൊട്ടൻ. ഹല്ലേലൂയ. ഹല്ലേലൂയ. ലോകം ഉള്ളിച്ചു എന്നെ ഇന്നും മണ്ടനെന്നും പൊട്ടനെന്നും ഒക്കെ വിധി കൽപ്പിക്കുന്ന ജനത്തിന്റെ മുമ്പാകെ ഞാൻ ഉയർന്നു പോന്നു. അന്നാളിൽ തന്റെ വാതിൽ അടക്കപ്പെടും. ഇന്ന് പരിഹസിക്കാത്തവൻ, ഇന്ന് ദൂഷിക്കാത്തവൻ, ഇന്ന് ഈ വാക്കിനെ കേൾക്കുന്നവൻ വെള്ളം പോകുന്നത് കാണട്ടെ, എന്നിട്ട് ആ പൊട്ടത്തിൽ കേറാൻ നോക്കട്ടെ, കുറച്ചുകൊണ്ട് പോട്ടെ. ഹല്ലേലൂയ. അങ്ങനെ ചിന്തിച്ചിരുന്നവരൊക്കെ എന്ത് പറ്റുന്നറിയാമോ? വെള്ളം തോന്നി നിലവിളിക്കാൻ തുടങ്ങി. അയ്യോ പൊട്ടത്തിന്റെ വാതിൽ തുറക്കണേ, വാതിൽ ആരെ അടച്ചെന്നറിയാമോ? എന്റെ അപ്പത്തിനെ നടച്ചു. പിന്നെ മുറോ വിചാരിച്ചവരെ തുറക്കാൻ പറ്റത്തില്ല. എനിക്ക് പേര് കർത്താവ് സ്തുതിച്ചോട്ടോ. ഓരോരുത്തരുടെ രക്ഷ അറിയണം. ഞാൻ നേർക്കാതിരിക്കുന്നവർ അതിനവരാണ് കർത്താവിന്റെ വചനമായി അറിയിക്കുന്നത്. നീ നാളെ മാറ്റിവെക്കുന്ന ചില അവസ്ഥകളെ വിളിച്ചുവെപ്പ് നോക്കുമ്പോൾ കർത്താവായ ഈശ്വരന്റെ കുരുത്തനെ ഒരു വചനം കേട്ടു. എന്റെ ജീവിതത്തിൽ ഏതൊക്കെ കണക്ക് വിശ്വസിക്കാത്ത കുഞ്ഞിനെ കൊണ്ട് തോട്ടത്തിൽ നിലവിളിക്കുന്ന സമയത്ത് എന്റെ അപ്പ ഇവര് സത്യമില്ല എനിക്കറിയണപ്പ എന്ന് നിലവിളിച്ചപ്പോൾ അപ്പന്റെ മഹത്വം തിരിച്ചറിഞ്ഞു. അങ്ങനെ തീരുമാനമെടുക്കും, ഇനി മുന്നോട്ട് ഞാൻ പോകത്തില്ല. എനിക്കൊരു അടക്കം ആവശ്യമാണ്, എനിക്കൊരു മരണം ആവശ്യമാണ്. മരിച്ചെഴുന്നേൽക്കുന്നത് കുറച്ചുകൂടെ കഴിയണം. സൗഖ്യമൊക്കെ കണ്ടിട്ട് മോനെ എണ്ണിച്ച് നടന്നിട്ട് ഹല്ലേലൂയ സ്നാനപ്പെടാൻ തീരുമാനിച്ചിരുന്നെങ്കിൽ ഉറപ്പാ ഇതിനുള്ളിൽ എന്നെ വീട് കാണത്തില്ല. ഒരിക്കൽ കൂടെ കർത്താവിനെ സ്തുതിച്ചാൽ ഹല്ലേലൂയ. ഹല്ലേലൂയ എന്നൊരു ഭാവന ആ ദേശത്തെ കാണാതെ കൂട്ടമാന്തഹത്യക്ക് അത് കാരണമായി മാറിയാണ്. എന്നാൽ കേട്ട വചനത്തിന് മുമ്പ് അമ്പത്ത് മടക്കിയപ്പോൾ ഹല്ലേലൂയ ബന്ധക്കാരും സ്വന്തക്കാരും ശാസ്ത്രക്കാരും അനുവാദം ചോദിക്കാതെ എന്റെ അപ്പന്റെ മുമ്പിൽ എന്നെ സമർപ്പിച്ചപ്പോൾ ആ പെട്ടെന്ന് കാണാനുള്ള ഭാഗ്യം എന്റെ കർത്താവിന്റെ ജീവിതത്തിൽ പോകണം. വെള്ളം പോകുന്നതേ, അവസ്ഥകളങ്ങ് മാറുന്നതേ. ഹല്ലേലൂയ നിലവിളിക്കുന്ന ഒരു ദിവസം വരുമ്പോൾ ഹല്ലേലൂയ ആ വാതിൽ തുറക്കാതിരിക്കും. ഹല്ലേലൂയ കാരണം അടയ്ക്കുന്നത് എന്റെ കർത്താവ്. ഞാൻ പറയാം, അപ്പോൾ തുറക്കപ്പ എനിക്ക് ആ കടത്തിൽ സഹിക്കാൻ പറ്റുന്നില്ല എന്ന് തോന്നിയപ്പോ എടാ കുടുംബം നീ കുറെ കാലമൊക്കെ പറഞ്ഞതല്ലേ, അന്ന് നിന്നെ പരിഹസിച്ചതല്ലേ, നീ എത്ര പറഞ്ഞാൽ ഞാൻ തുറക്കത്തില്ല, ഞാൻ തക്ക സമയത്ത് തുറക്കും. ഈ വെള്ളം വെച്ച് സകലം തീർന്നു കഴിയുമ്പോൾ അതിന്റെ തക്ക സമയം
ഒരിക്കലും കർത്താവിനെ സ്തുതിച്ചാണ്. അനേകം വന്യജീവികളും അല്ലെങ്കിൽ അനേകം പല സ്ഥലങ്ങളൊക്കെ പട്ടണത്തിനകത്ത് ഉണ്ട് കേട്ടോ. ഇതിന്റെ ഇടയ്ക്കാണ് നീ ആയിരിക്കുന്നത്. ഇതൊന്നും നിന്നെ കേടുവരുത്തത്തില്ല. ഇവിടെ കർത്താവിനെ സ്തുതിച്ചാണ്. സംഘത്തിൽ പുസ്തകം 115 116 വേനൽക്കുന്നവരൊന്ന് കുറിച്ചിട്ടുള്ളതല്ല, വീട്ടിൽ നിന്ന് വായിക്കണം, പഠിക്കണം. പീഡനത്തിന്റെ ശുശ്രൂഷക്കാണ് നല്ലത് നിന്നെ സന്തോഷിപ്പിക്കുന്ന ശുശ്രൂഷകളാണ്. 115 സങ്കീർത്തനങ്ങൾ 115 മതി. സത്യാണ്. ഭൂമിയെ ആക്കിക്കൊണ്ടിരിക്കുക മനുഷ്യന്റെ ദൈവം വെച്ച് നീട്ടിയിരിക്കുക. എന്തിനു വേണ്ടി കൊടുത്തത്? ഉൽപ്പത്തി പുസ്തകം വായിക്കുമ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നു, സകലത്തെ ഉണ്ടാക്കിയ കർത്താവ് സകലത്തിന് വാഴുള്ള അധികാരം മനുഷ്യന് കൊടുത്തു. തന്റെ സ്വന്തം സാദൃശ്യത്തിൽ സൃഷ്ടിച്ച മനുഷ്യന് സകലത്തിന് വാഴുവാനുള്ള അധികാരം കൊടുത്തു. ചേർന്നിട്ടാണ് സ്തുതിച്ചാണ്. സകലത്തിന്റെ വാഴുവാനുള്ള അധികാരം ഈ ഭൂമിയെ സൃഷ്ടിച്ചവരല്ല. ഇതിനെ നിങ്ങൾ നോക്കിക്കൂ. എനിക്കെന്റെ കാലിൽ വാഴാൻ പറ്റുന്നില്ല, പിന്നെ സകലത്തെ വാഴും ഒരിക്കൽ കൂടെ കർത്താവിനെ സ്തുതിച്ചാണ്. ഒരിക്കൽ കൂടെ ചേർന്ന് കർത്താവിനെ സ്തുതിച്ചു. കർത്താവ് ശക്തനാണ്. എന്റെ വിഷയങ്ങളിൽ ഇറങ്ങി വരാൻ ശക്തനാണ്. അവൻ സർവ്വ സൈന്യങ്ങളുടെ തമ്പുരാനാണ്. പരിശുദ്ധ വീട്ടുകൾ കമ്മിറ്റിയുടെ പ്രകാരം നമ്മൾ വായിക്കാനുള്ള 24 സങ്കീർത്തനത്തിന്റെ ഭാഗം നമ്മൾ വായിച്ചു. ശക്തനായ വാതിലുകളെ നിങ്ങളുടെ പണ്ടയുടെ കടലുകളെ ഉയർന്നിട്ട് വാതിലുകളെ തുറക്കുവാൻ മഹത്വത്തിന്റെ രാജാവ് പ്രവേശിക്കട്ടെ. മഹത്വത്തിന്റെ രാജാവ് സൈന്യങ്ങളുടെ തമ്പുരാനാണ്. ഒരുപാട് 3-ാമത്തെ 20 വാക്യങ്ങളിൽ നമ്മൾ പ്രകാരം വായിച്ചു. ഇതാ വാതിൽക്കൽ വന്ന് ഞാൻ മുട്ടുന്നു, ആരെങ്കിലും എന്റെ ശബ്ദം കേട്ട് വാതിൽ തുറന്നു ഞാൻ അവന്റെ പേര് അവൻ എന്നോട് നടത്താനും. ഞാനകത്താനെ സ്തുതിച്ചാണ്. ഇന്നത്തെ ദിവസം നിന്റെ ഹൃദയത്തിന്റെ വാതിലെ തുറക്കാൻ തയ്യാറാകുന്നുവെങ്കിൽ, അകത്ത് വെച്ചിരിക്കുന്ന ചിലരെ തുറക്കാൻ നീ തയ്യാറാകുന്നുവെങ്കിൽ, ആ മുട്ടുന്നതിന്റെ അപ്പുറമുള്ള ബോധ്യത്തിൽ നിന്നുകൊണ്ട് ചിലവിനെ അടക്കാൻ ചിലവിനെ തുറക്കാൻ നീ തയ്യാറാകുമെങ്കിൽ മാറുക നിന്റെ ജീവിതത്തിൽ ഇന്ന് ഈ നിമിഷത്തിലെ കഥ കൽപ്പിക്കാനുള്ള ഒരു സ്തുതിച്ചാണ്. സൈന്യങ്ങളുടെ തമ്പുരാണ്. എന്റെ വേദനയെ അഭ്യസിപ്പിക്കുന്നവൻ, എന്റെ വേദന എന്റെ കൈയെ യുദ്ധത്തിന് വേണ്ടി അഭ്യസിപ്പിക്കുന്നവൻ, അവന്റെ മൗത്ത് ഞാൻ ആശ്രയം വെക്കുന്നതുകൊണ്ട് ഞാൻ സ്ഥലത്തിൽ വാഴവനായി മാറും. എനിക്കുള്ള അവരുടെ ജടികങ്ങളല്ല, സർവത്തെ നിർമ്മിച്ച സർവശക്തമായ കർത്താവിന്റെ മുഖത്തിൽ നിന്നും പുറപ്പെടുന്ന സർവ്വായുധ വർഗത്തെ ഞാൻ ധരിക്കുമ്പോൾ എന്റെ ആയുധങ്ങൾ ജടികങ്ങളാകത്തില്ല. പകരം വാച്ചുകളെയും അധികാരങ്ങളെയും കാൽ കീഴിൽ കൊണ്ടുവരാൻ കഴിവുള്ള ഉടയ്ക്കാൻ കഴിവുള്ള ചാടിക്കടക്കാൻ ബുദ്ധിമുട്ടുള്ള മതിലുകളെ മറച്ചിടാൻ കഴിവുള്ള അഭിഷേകത്തിന്റെ ശക്തിയെ അതിനെ പ്രാപിച്ച് അതിനെ നേടിയെടുക്കാൻ നീ തയ്യാറാണോ? അതിനെ ഋഷികൾ നീ തയ്യാറാണോ? പട്ടണത്തിന്റെ വാതിൽ അറിയപ്പെടും. ഈ മണ്ടൻ നോഹ ഇവൻ വേറെ മഴയാന്ന് വിളിച്ചു പറഞ്ഞത് വെള്ളം പൊങ്ങിപ്പോൾ നിലവിളിച്ചു, ഇവ തുറക്കണേ, ഞങ്ങൾ ചത്തുപോയോ, ഞങ്ങൾ നശിച്ചുപോയോ, നിനക്ക് ഞങ്ങൾക്ക് വിചാരമില്ലയോ? നോഹയ്ക്ക് വിചാരിച്ചിട്ട് കാര്യമില്ല, കാരണം അടച്ചത് കർത്താവ്. കളിയാത്തിന്റെ മുകളിലൂടെ പെട്ടകം ഉയർന്നു തുടങ്ങി. ചില അവസ്ഥകളെ, ചില വിഷയങ്ങളെ, ചില മാറിയുടെ എന്റെ കർത്താവ് നീ ആയിരിക്കുന്ന പെട്ടകം ഉയർന്നു. നീ ആയിരിക്കുന്ന അവസ്ഥകളെ പക്ഷെ ഒരു വ്യവസ്ഥ, നിന്റെ സ്നേഹത്തിന് വിരോധമൊന്നും എന്നും ഉണ്ടാകത്തില്ല. നിനക്ക് ഇഷ്ടമില്ലാത്ത സ്ഥലങ്ങളിൽ നിന്നും മാറ്റപ്പെടണം. പാപത്താൽ നിറയപ്പെട്ട, പാപത്തിന്റെ രസം പറ്റി ജീവിക്കുന്ന, പാപത്തിൽ നിറഞ്ഞ പ്രവാചകന്മാരെയും ശുശ്രൂഷകരെ വെട്ടിവീട്ടുന്ന നാട് കാണാൻ പോകും. 2012 നമ്മൾ ചേർന്ന് കണ്ടു. എന്നാൽ ഈ 2013 അങ്ങനെ ആയിരിക്കത്തില്ല.
ഇന്നുവരെ ലോകം കണ്ടിട്ടില്ലാത്ത ഭീതികളുടെയും ഭയാനക അവസ്ഥകളുടെ ലോകമായിരിക്കും ഈ 2013. ഇനി മടങ്ങി വരുത്തിയത് ഡോക്ടർമാർ വിധികൽപ്പിച്ച വൈദ്യശാസ്ത്രം വിധികൽപ്പിച്ച അങ്ങനെ ലോകം മടങ്ങി വരുന്ന ലോകമായിരിക്കും ഈ 2013. ഒരു വിളയെ കുഞ്ഞെ കൊണ്ട് വചനങ്ങൾ തീവ്രമാണ്, അത് ഉൾക്കൊള്ളാൻ ഞങ്ങൾക്ക് ബുദ്ധിമുട്ടാണ്. ഹല്ലേലൂയ. ഇവനില്ലാത്ത മോനല്ലയോ? ഹല്ലേലൂയ. ഇവൻ തച്ചന്റെ മോനല്ലയോ? ഇവരെ നമുക്ക് അറിയിപ്പിക്കുക. ഹല്ലേലൂയ. അങ്ങനെ വിധികൽപ്പിച്ചവർക്ക് ചിലത് മനസ്സിലാകാതിരുന്നു. അവർ അത്ഭുതം കണ്ടിട്ടും അവരുടെ ഉൾക്കടവ് തുറന്നില്ല. അവർ അടയാളം കണ്ടിട്ടും അവർ ഉൾക്കടവ് തുറന്നില്ല. ഹല്ലേലൂയ. കാരണം മുന്നേ ചിലർ വിധികൽപ്പിച്ചു, ചില കാഴ്ചപ്പാടുകൾ ഉള്ളിലോട്ട് നിറയാൻ തുടങ്ങി. ഹല്ലേലൂയ. ചില അങ്ങനെ കൂട്ടി വെച്ചിരിക്കുന്ന അങ്ങനെ അടച്ചു വെച്ചിരിക്കുന്ന കാഴ്ചപ്പാടുകളെ ഇന്ന് പൊളിക്കാൻ നീ തയ്യാറാവുമെങ്കിൽ നിന്റെ ജീവിതത്തിൽ വലിയ വ്യതിയാനം എന്റെ കർത്താവ് കാണാൻ പോവുക. പെട്ടെന്ന് എന്റെ കർത്താവ് ഉയർത്താൻ പോവുക. ഒരിക്കൽ കർത്താവിനെ സുഹൃത്താൻ അധികാരം തന്നിരിക്കുന്നു. എന്തോ അധികാരം തന്നിരിക്കുന്നത്? പാമ്പിനെ ശത്രുവിന്റെ സ്ഥാനബലത്തെ അത് ശേഖരത്തോട് ചവിട്ടുന്നത് അനുഭവിക്കുന്ന സൗന്ദര്യ കാലം ചവിട്ടുന്നതുകൊണ്ട് അധികാരം കിട്ടത്തില്ല. ആ അധികാരം മുന്നിൽ നിന്റെ ആക്ഷനുകളല്ല, നിന്റെ ചില ആക്ഷനുകളല്ല, നിന്റെ ചില ക്രിയകളിലല്ല അതിരിക്കുന്നത്. ആവശ്യമാണ് വേണ്ടി അത് ഉപയോഗിക്കും, ആവശ്യമാണ് വേണ്ടി അത് ഉപയോഗിക്കും. നിന്നെ എതിർക്കുന്ന പിശാചിനെ തകർക്കുവാൻ നീ തയ്യാറാകുന്നു. ദുഷ്ടപിശാചേ, എന്നെ കെട്ടിവെക്കുന്ന സകലരെ ഇതാ ഞാൻ എന്റെ അപ്പന്റെ നാമത്തിൽ, എന്റെ അപ്പന്റെ അധികാരമുള്ള ആ അച്ഛൻ്റെ അടിച്ചു. ഹല്ലേലൂയ. എങ്കിലും ദൈവത്തിന്റെ മഹത്വം കാണാൻ പോകും. എത്ര പേർക്ക് വിശ്വസിക്കും? ഹല്ലേലൂയ. ഹല്ലേലൂയ. ഈ കഴിക്കാത്ത ഒരു പ്രത്യേകതയില്ല. അങ്ങനെ പ്രത്യേകത പഠിപ്പിക്കുകയും പ്രചരിപ്പിക്കുകയും ചെയ്യുന്ന അപ്പോസ്തലന്മാരും ഹല്ലേലൂയ ശുശ്രൂഷകളും ഒക്കെ താറുകയും ഒരിക്കൽ കർത്താവിനെ സ്തുതിക്കുക. ഈ കൈ സാധാരണ കൈ, എന്നാൽ അസാധാരണമായ ഒരുവൻ നീ കൈയിട്ടുമ്പോൾ നിന്റെ കൂടെ കൈയിട്ടിട്ട് ഹല്ലേലൂയ അവന്റെ നാമമേ ഉയർത്തപ്പെടാവൂ. നിന്റെ പേരല്ല ഉയർത്തപ്പെടേണ്ടത്, അവന്റെ നാമമേ ഉയർത്തപ്പെടാവൂ. ഹല്ലേലൂയ. വിളിക്കുന്നത് സാധാരണ ശുശ്രൂഷകളും വലിയ ദിനമണി ഞാൻ കേൾക്കുന്നത്. ഹല്ലേലൂയ. അതേ രോഗികൾ സൗഖ്യമാവും, അതേ വിടുതൽ നടത്തുന്നു. സഭാഭ്രാന്തന്മാരെ സഭയ്ക്കകത്ത് ആവണക്കാൻ അവർ ശ്രമിക്കാത്തവരോട് ഹല്ലേലൂയ വലിയ ക്രൗഡ് കാണുന്നില്ല. എന്നാൽ ക്രൗഡ് ഉണ്ടാവും. 2012 ഹല്ലേലൂയ ഞാൻ ആഗ്രഹിച്ച പലരും സഭയ്ക്കകത്ത് കടന്നു വരുന്ന സ്വർഗ്ഗത്തിലൂടെ കർത്താവ് അനുവദിച്ചു. 2013 ഹല്ലേലൂയ ഇതുവരെ കണ്ടെത്തിച്ച മാറ്റങ്ങൾക്ക് കർത്താവ് ഇടയാക്കാൻ പോവുക. അതിന് വ്യക്തമായിട്ട് ചില പദ്ധതികളെ കർത്താവ് ജീവിതത്തിൽ ചെയ്യാൻ പോവുക. അതിന് കഴിഞ്ഞ ദിവസം ഞങ്ങളുടെ സ്ഥലത്ത് 3 ദിവസത്തെ കോഴ്സുകൾ നടക്കുകയായിരുന്നു. ആ കോഴ്സിൽ ഒരു കുറച്ച് അല്പനേരം സംസാരിക്കാൻ എന്റെ ജീവിതത്തിൽ കർത്താവ് ഒരു ഭാഗ്യമുണ്ട്. അതിൽ എന്റെ സാക്ഷ്യങ്ങളെ ഞാൻ പറഞ്ഞു വരുന്ന ഭാഗങ്ങൾ പറഞ്ഞ് സാക്ഷ്യം പറഞ്ഞ് പെട്ടെന്ന് അവസാനിപ്പിച്ചു. അതിൽ പ്രസംഗിക്കാനെന്ന് എബ്രഹാം തോമസ് എന്ന പാസ്റ്റർ, ഡോക്ടർ എബ്രഹാം തോമസ്, ഡോക്ടറേറ്റ് കിട്ടുന്നല്ല, തിയോളജി ഡോക്ടറേറ്റ് കിട്ടിയ ആളല്ല, മെഡിക്കൽ സർജൻ. ഹല്ലേലൂയ. എല്ലാ OMC മാസത്തിലൊരിക്കൽ അദ്ദേഹത്തിന് മീറ്റിംഗ് നടക്കണം. എന്നെ അദ്ദേഹം വിടുമെന്ന് പറയാൻ കർത്താവിടുന്നത് ഒരു കർത്താവ് ചോദിച്ച മീറ്റിംഗ് കഴിഞ്ഞു. പാസ്റ്ററിന്റെ പ്രാർത്ഥനയിൽ ശുശ്രൂഷയിൽ ഒടുവിൽ നമ്മളെ പരിപാലിക്കുന്ന പല കാര്യങ്ങളും മെസ്സേജ് കഴിഞ്ഞു. എല്ലാവരും തിരിയുന്ന സമയത്ത് അദ്ദേഹം കയ്യിൽ പിടിച്ചു. എടുത്തിട്ട് ഹല്ലേലൂയ വിളിച്ച പാസ്റ്ററിനെ മറ്റുള്ളവർ നമുക്ക് മുമ്പിൽ പ്രകാരം പറയുക, എന്റെ കർത്താവ് എന്നെ തെരഞ്ഞെടുത്തത് അന്ത്യകാലത്തിൽ ഒരു പോരാളിയാക്കാം, അന്ത്യകാലത്തിൽ സ്ഥാപനം